പുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച EMS ഹാളിന്റെ ഉദ്ഘാടനവും ജൂലൈ 20 ഞായറാഴ്ച നടത്തും. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട 465 ഗുണഭോക്താക്കളിൽ പണി പൂർത്തിയായ 126 വീടുകളുടെ താക്കോൽദാനമാണ് ഞായറാഴ്ച 12-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കുക. 310 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. 60 ലക്ഷം രൂപ ചെലവിലാണ് EMS ഹാൾ നവീകരിച്ചത്. 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഹാളിലുണ്ട്. ഇതും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമ്പൂർണ്ണ കുടിവെള്ളം, പകൽ വീടുകളുടെ പ്രവർത്തനം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, ടേക്ക് എ ബ്രേക്ക് സെന്റർ തുടങ്ങി കഴിഞ്ഞ 4.5 വർഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും പ്രസിഡന്റ് വി രമണി, വൈസ് പ്രസിഡന്റ് TK ഇസാഖ് എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയും 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയും ടോട്ടൽ 60 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് EMS ഹാള് 250 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള വളരെ വിപുലീകരിച്ചൊരു ഹാളിന്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈഫ് ഗുണഭോക്താക്കൾ നമ്മൾക്ക് ലൈഫിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട 465 ഗുണഭോക്താക്കളാണുള്ളത്. അതിൽ മുഴുവൻ ആളുകളും 6 പേര് ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും എഗ്രിമെന്റ് വെച്ചു. 310 പേര് പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. 126 പേരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവൃത്തിയും വീടിന്റെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ താക്കോൽദാനമാണ് നമ്മൾ ഞായറാഴ്ച നിർവഹിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, പഞ്ചായത്തിൽ ഈ 4.5 വർഷക്കാലമായിട്ട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി 6500 വീടുകൾക്ക് പൂർണ്ണമായിട്ടും കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഈ ഭരണസമിതിയുടെ കാലയളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പകൽ വീടിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അടുത്ത മാസം തന്നെ അതിന്റെ ഉദ്ഘാടനം നമ്മൾ പൂർത്തീകരിക്കും. ചുണ്ടപ്പറ്റ സബ് സെന്ററിന് പുതുതായിട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചു. തത്തനംപുള്ളി സബ് സെന്ററിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിച്ച് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ മാതൃകാപരമായ രീതിയിൽ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനവും അടുത്തു തന്നെ ഉണ്ടാകുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ സഹായത്തോടുകൂടി വിവിധ വർഷങ്ങളിലെ സഹായത്തോടുകൂടി നിരവധി റോഡുകൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിന് അതേപോലെ കോളനികളുടെ സമഗ്ര വികസനത്തിനൊക്കെ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പപ്പടപ്പടി തത്തനംപുള്ളി റോഡുകൾ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 6500ഓളം കണക്ഷനുകൾ കുടിവെള്ള മേഖലയിൽ 70 കിലോമീറ്റർ ദൂരത്തിൽ വിവിധ മേഖലകളിൽ പൈപ്പിട്ട് ഈ 6500 അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കുടിവെള്ള കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ ആയാലും ഉൾപ്പെടുത്തി ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഏറ്റവും നല്ല രൂപത്തിൽ പഞ്ചായത്ത് കേന്ദ്രത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് അത് തന്നെ ഒരു പരിഹാരം എന്ന രൂപത്തിൽ പഞ്ചായത്ത് ആസ്ഥാനത്തിൽ തന്നെ നമുക്ക് ടേക്ക് എ ബ്രേക്ക് സംവിധാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശ്രീകുമാർ, സെക്രട്ടറി VR അനിലാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൃഷി ചെയ്യുന്ന നെൽകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഉഴവുകൂലിയിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. ഈ കാലയളവിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ഈ വരുന്ന 20-ാം തീയതി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ MP രാജേഷ് അവർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള EMS ഹാളിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ്. The world's greatest wedding collection, Emmanuel Silks, M Space Shopping Center, Mele Patambi.